രേണു അതിനകത്ത് എഴുതിയിരിക്കുന്ന ഒന്നും അറിയാത്തതുപോലെ സബ് ലൈവ് ലീക്കഡ് എന്നും പറഞ്ഞിട്ട് ചിരിക്കുന്നു. എനിക്ക് കോപ്പാണ്. ഞാൻ ഇനിയും ലൈവ് ഇടും, മനസ്സിലായോ? എന്റെ സബ്സ്ക്രിപ്ഷൻ ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ ലൈവ് ഇടും. നമ്മളൊരു സുഹൃത്തായിട്ട് നമ്മുടെ വീട്ടില് വന്ന് നിന്ന് സന്തോഷമായിട്ട് തിരിച്ചു പോയിട്ട് നമ്മളെ പറ്റി നെഗറ്റീവ് അവര് ആ സ്ത്രീ. പക്ഷെ അവരുടെ പേര് പറയത്തില്ല. അതുപോലൊന്നും സിജോ ഒന്നും പറഞ്ഞിട്ടില്ല. സിജോയും പോട്ടെ, സീക്രട്ട് ഏജന്റ് ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ രേണുസുതി തകർത്ത് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ വീഡിയോ ലീക്ക് ആയതിന്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് രാവിലെ ഒരു സ്റ്റോറി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് എൻ്റെ ഒരു വീഡിയോയുടെ തംബ്നെയിലായിരുന്നു പുള്ളിക്കാരത്തി എടുത്ത് വെച്ച് ഷെയർ ചെയ്തത്. ഞാനിവിടെ സൈഡിൽ കാണിക്കാം. അതായത് രേണു അതിനകത്ത് എഴുതിയിരിക്കുന്ന ഒന്നും അറിയാത്തതുപോലെ സബ് ലൈവ് ലീക്കഡ് എന്നും പറഞ്ഞിട്ട് ചിരിക്കുന്നു. പുള്ളിക്കാരത്തി ഒന്നും അറിഞ്ഞില്ല. അതായത് അങ്ങനെ ഒരു ലൈവ് പുള്ളിക്കാരത്തിയുടെ ആണെന്ന് പോലും പുള്ളിക്കാരത്തിക്ക് വിശ്വാസമില്ല. മനസ്സിലായില്ലേ? എന്തോരം താളങ്ങളാണ് വന്ന് പറയുന്നതെന്നറിയോ? എൻ്റെ ചുണ്ട് പൊട്ടി ഇരുന്നിട്ടാണ് ഞാനിങ്ങനെ നാക്കും കൊണ്ട് അങ്ങനെ കാണിച്ചത്. അതായത് യാതൊരു ഉളുപ്പുമില്ല ഇവർക്ക്. ഇവരെന്താണ് സംസാരിക്കുന്നത്, ഇവരെന്താണ് പെരുമാറുന്നതെന്ന് പോലും ഇവർക്ക് ബോധമില്ല. എന്തായാലും ഇവരുടെ വീഡിയോ നമുക്കൊന്ന് കാണാം. നിനക്കൊക്കെ എന്തിന്റെ കേടാടാ മക്കളെ? നട്ടലില്ലാതായി പോയല്ലോ. ഒരു പെണ്ണിന്റെ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ട് അത് കണ്ട് ആസ്വദിച്ചിട്ട് അവൻ സ്ക്രീൻഷോട്ട് എടുത്ത് അവന്റെ പറയുന്നില്ല, അവൻ എടുത്ത് പുറത്ത് വിട്ടേക്കുന്നത്. നട്ടലില്ലാതെ ആയിപ്പോയെന്ന് ഈ സ്ത്രീ കാണിക്കുന്ന പ്രവൃത്തി പബ്ലിക്കിന്റെ മുന്നിൽ എടുത്തു വെച്ച് അതിനെപ്പറ്റി രണ്ട് വർത്തമാനം പറയണമെങ്കിൽ അത്യാവശ്യം നട്ടൽ വേണം. മനസ്സിലായോ? ഇല്ലാത്തവർ പേടിച്ചിട്ടും പതുങ്ങിയിട്ടും മിണ്ടാതങ്ങിരിക്കും. നിങ്ങൾ ഈ കാണിക്കുന്ന തോന്നിവാസം ജനങ്ങൾ അറിയണം. മനസ്സിലായില്ലേ? അതായത് ഒരു സ്ത്രീകളും ഇമാതിരി പരിപാടികൾ കാണിക്കല്ലേ. ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയുള്ള പരിപാടികൾ കാണിച്ചിട്ട് നീ ഒന്നും കാശുണ്ടാക്കണ്ട. മനസ്സിലായില്ലേ? അവിടെ കൂടുതൽ വന്നിരുന്ന കൊണയടിക്കല്ലേ. വീട്ടിൽ സ്വന്തം അച്ഛനുണ്ട്, അമ്മയുണ്ട്, അല്ലെങ്കിൽ ചേച്ചിയുണ്ട്, അവരുടെ മക്കളുണ്ടെന്ന് പോലും യാതൊരു വിചാരമില്ലാത്തൊരു സ്ത്രീയാണത്. ഒന്ന് പറയുന്ന കണ്ടില്ലേ? അവരുടെ മുന്നിലൊക്കെ നിനക്ക് എങ്ങനെ നിൽക്കാൻ പറ്റും മോളെ? എനിക്കറിയാൻ മേലായിട്ട് ഞാൻ ചോദിക്കുക. ഒരു നാണമാനവും ഇല്ലേ? എന്തോരം തോന്നിവാസമാണ് നിങ്ങൾ ആ ലൈവിൽ കാണിച്ചു വെച്ചിരിക്കുന്നത്. ഇനി അതിനെ ന്യായീകരിക്കാൻ നിൽക്കല്ലേ. ഇനി ന്യായീകരിച്ച് വേറെ ആരെങ്കിലും ഒക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്തോ കാര്യമായ പ്രശ്നം ഉണ്ടെന്ന് ഞാൻ പറയത്തുള്ളൂ. നാണം കെട്ട നാറി. ആ കടിച്ചോട്ടെ എന്ന് രേണുസുതിയോട് ചോദിച്ചപ്പോ എന്നെ കടിക്കാൻ പറയണോ? കടിച്ചോട്ടെ എന്ന് ചോദിച്ചാൽ കടിക്കല്ലേ എന്നല്ലേ പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ എന്റെ ചുണ്ട് വന്ന് കടിക്കാൻ. അയ്യോ, അങ്ങനെയൊന്നും അല്ലായിരുന്നല്ല പറഞ്ഞത്. കടിക്കല്ലേടാ, മുറിഞ്ഞിരിക്കുവാണെന്ന് ഒരു പെണ്ണിൻ്റെ അടുത്ത് കമൻ്റ് ഇട്ടിട്ട്, അതായത് ലൈവ് ചാറ്റാണ്. അതിനകത്ത് ആ ഒരു കമൻറ്റ് മാത്രമൊന്നും അല്ല, പച്ച അപരാധങ്ങളാണ് അതിനകത്ത് കമൻറ്റ്സ് എഴുതിയിരിക്കുന്നത്. അതിനെല്ലാം രേണു സപ്പോർട്ട് ചെയ്യുമായിരുന്നു. എനിക്കത് വിളിച്ച് പറയാനും കാണിക്കാനും ബുദ്ധിമുട്ടുണ്ടായതിൻ്റെ പേരിലാണ് ഞാനത് ചെയ്യാത്തത്. നിങ്ങളതിൻ്റെ ഒരു എക്സാക്ട് വേർഷൻ നിങ്ങളൊക്കെ എന്തെങ്കിലും ഒരു കാലത്ത് കണ്ടു കഴിഞ്ഞുണ്ടല്ലോ, ഈ സപ്പോർട്ട് ചെയ്യുന്നവർ തന്നെ ഈ സ്ത്രീയെ കല്ലെറിയും. ഇവർ എത്ര വിദഗ്ധമായിട്ടാണ് ഇവർ ഇതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് കണ്ടോ? ഞാൻ പറയണോ? വേറെ എന്തൊക്കെ കാണിക്കുന്നില്ല സബ്സ്ക്രിപ്ഷൻ. നീ വേറെ ആൾക്കാരൊക്കെ ഇതൊന്നും നീ എന്താടാ ഇടാത്ത, പുറത്ത് ലീക്ക് ഇടാത്ത? അവരെല്ലാം അങ്ങനെയാണ്. ആറ് സബ്സ്ക്രിപ്ഷനാണ് ഇപ്പം നിലവിൽ പുറത്തെടുത്ത് വെച്ച് റിയാക്ട് ചെയ്യാത്ത. ഹൻസികയുടെ വിഷയം വന്ന സമയത്ത് എല്ലാ യൂട്യൂബേഴ്സും ഇപ്പോഴും സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് വേണമെങ്കിൽ പേടിച്ചിട്ട് പിന്മാറി നിന്നൂടെ? കൃഷ്ണകുമാർ എന്ന് പറയുന്ന അങ്ങേർക്ക് അത്യാവശ്യം നല്ല ഹോൾഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അയാളെ പേടിച്ചിട്ട് മിണ്ടാതങ്ങ് ഇരുന്നൂടെ? പക്ഷെ എല്ലാവരും എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുന്നില്ലേ? എന്താ അതിനൊന്നും പറയണ്ടേ? അല്ലാതെ ഇവിടെ രേണു എന്ന് പറയുന്നൊരു വ്യക്തി മാത്രമല്ല. ഹൻസികയുടെ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, രേണു എന്ത് ചെയ്ത് കഴിഞ്ഞാലാണല്ലോ പ്രശ്നം, അല്ലാതെ ഹൻസിക ചെയ്താൽ നിനക്കൊന്നും പ്രശ്നമില്ലല്ലോ എന്നുള്ളൊരു ചോദ്യം വരുമെന്ന്. അതുകൊണ്ട് തന്നെയാണ് പല ആൾക്കാരും ആ സാധനങ്ങളെല്ലാം എടുത്ത് വെച്ച് ചെയ്യുന്നത്. ഇതിപ്പോൾ രേണു മാത്രമല്ല, ഒരു മനുഷ്യരും ഇങ്ങനെയുള്ള തോന്നിവാസം കാണിക്കരുത്. കാര്യം അതിൻ്റെ ആവശ്യമില്ല. കാര്യം നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ കാണിക്കണമെങ്കിൽ വേറെ പല പല സൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവിടെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അല്ലാതെ ദൈവത്തെ ഓർത്ത് വന്നിട്ട് ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്ന ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം നശിപ്പിക്കരുത്. ലീക്ക് ചെയ്യാത്തത് നിനക്കൊക്കെ പേടി. എടാ, രേണുസുതിക്ക് ഒന്നുമില്ല. രേണുസുതി അതിനകത്ത് ചുണ്ടല്ലേ കടിച്ചല്ലോ, വേറൊന്നും വന്ന് കടിച്ചിട്ടില്ലല്ലോ. വേറൊന്നും അയ്യോ, ചുണ്ട് നാം പറയിപ്പിക്കല്ലേ. നാക്ക് വെച്ചിട്ട് കറക്കിയിട്ട് കാണിച്ച പരിപാടികളൊക്കെ നമ്മൾ കണ്ടതാ. അത് അത്തരം പരിപാടികളൊക്കെ ചെയ്യുന്നത് ആരൊക്കെയാണെന്ന് ഒന്ന് ചുമ്മാ നോക്കിയാൽ മതി. എനിക്ക് തോന്നുന്നു അതിലും ഭേദമാണെന്ന് തോന്നുന്നു കേട്ടോ ഈ യൂട്യൂബിലൊക്കെ മെമ്പർഷിപ്പ്. അവരാരും ഇങ്ങനൊന്നും കാണിക്കുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് എന്തു ഈ കാണിക്കുന്നത്? എന്നിട്ട് നിങ്ങൾക്കൊക്കെ എങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റുന്നു? ഇപ്പോഴും സ്റ്റിൽ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേര് ഭയങ്കര കാര്യമായിട്ട് പറഞ്ഞിരിക്കുക. രേണുവിന് അവർ ജീവിക്കാൻ വിട്, അതെങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ. നിനക്കൊക്കെ ഉളുപ്പെന്ന് പറയുന്നൊരു സാധനം ഉണ്ടോ? ഇതൊക്കെ കാണിക്കാൻ നല്ലതാണെന്നാണോ നീയൊക്കെ വിചാരിച്ചിരിക്കുന്നത്? ഒന്നെങ്കിൽ നിനക്കൊക്കെ ഇങ്ങനൊന്നും കാണിക്കാൻ പറ്റാത്തതിൻ്റെ ഫ്രസ്ട്രേഷൻ ആയിരിക്കും. കാണിച്ചില്ലല്ലോ, അപ്പൊ ഒരു കുഴപ്പമില്ല. നീയൊക്കെ ഇതിലപ്പുറം ചെയ്യുന്ന എനിക്കറിയാം. അതുകൊണ്ട് തന്നെ മാന്യമായിട്ട് തന്നെയാണ്, അതായത് നല്ല മര്യാദയ്ക്ക്. എൻ്റെ ദൈവമേ, മാന്യമായിട്ടെന്ന്, ഈ മാന്യത എന്ന് പറയുന്ന ഒരു വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾ സമയം കിട്ടുമ്പോൾ പോയി പഠിക്കുക. മാന്യത 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 എന്ന്
ഈ സ്ത്രീക്കാണോടെ മാന്യതയുള്ളത്? എന്നെങ്കിലും ഒരു കാലത്ത് ഈ ഋതപ്പനൊക്കെ ആ ഒരു വീഡിയോ, ഋതപ്പൻ്റെ കയ്യിലൊക്കെ എപ്പോഴും മൊബൈൽ ഫോൺസ് ഉണ്ട്. അവൻ ഇതൊക്കെ കാണുമ്പോൾ അവസ്ഥ നോക്കുക. അവൻ്റെ കാര്യം ഈ സുധിയുടെ മൂത്ത മകൻ, അവനും അവൻ്റെ കൂട്ടുകാരൊക്കെ ഇത് കണ്ടു കഴിഞ്ഞാൽ അവൻ എങ്ങനെയാണോ സമൂഹത്തിൽ ഇറങ്ങി നടക്കുന്നത്? നീയൊക്കെ എപ്പോഴെങ്കിലും അതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ടോ? പകുതി കാര്യങ്ങൾ അവൻ വിഴുങ്ങിയിട്ടാണ് വന്ന് സംസാരിച്ചത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് കേട്ടോ. അവനെയൊക്കെ നമ്മൾ എഗെയിൻസ്റ്റ് ഒക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്നാണ് ഇപ്പം എനിക്ക് തോന്നുന്നത്. കാര്യം നാറ്റിക്കുവാടേ, ആ ഒരു കുടുംബത്തെ മുഴുവനായിട്ട് നാറ്റിക്കുക. ആ ഒരു മരിച്ചു പോയ ആ ഒരു കലാകാരൻ്റെ പേരും പറഞ്ഞിട്ട് നേടാവുന്നതിൻ്റെ മാക്സിമം ഇവർ നേടിക്കഴിഞ്ഞു, മനസ്സിലായില്ലേ? എന്നിട്ട് ഇനിയും എന്തു പറയണേ, ഈ സബ്സ്ക്രിപ്ഷനും മറ്റേതും മറിച്ചതെന്നൊക്കെ കാണിച്ച് അവരാതും അങ്ങ് പടച്ചു വിടുക. തന്നെയാണ് ഞാൻ സബില് ചെയ്തത്, മനസ്സിലായോ? നീയൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം ഇതിനകത്ത്, മനസ്സിലായോ മക്കളെ? നീ ഇട്ടാലേ കൊണ്ടെന്ന് നല്ലോണം അറിയാം, അത് വെളിയിൽ പോകുമെന്നറിയാം. ഇതെല്ലാം നിനക്ക് നല്ല ബോധ്യമുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഓരോന്ന് കാണിക്കുന്നത്. കാര്യം കണ്ടന്റുകളെല്ലാം തീർന്നു, ഇനി വേറെ മാർഗ്ഗമില്ലെന്ന് മനസ്സിലായി. അപ്പം ഓരോന്നായിട്ട് ഇട്ട് തരുവാണ്. അപ്പോൾ ഇട്ട് തരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളൊക്കെ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുമ്പോൾ ഇത് ചർച്ചയാവുമല്ലോ. രേണുസുധിയുടെ ഇത്തരത്തിലൊക്കെ ഉള്ളൊരു വീഡിയോസും കാര്യസും ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ മൊത്തം ഇരുന്ന് കാണും. കാര്യം ഇവരോടുള്ള ഇഷ്ടം കൊണ്ടൊന്നുമല്ല, ഇവരോടുള്ള വെറുപ്പ് കൊണ്ടാണ്. ആകെ 5-10% ആൾക്കാരെ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ, അത് യാതൊരു വിവരമില്ലാത്ത ആൾക്കാർ. എനിക്ക് കോപ്പാണ്, ഞാൻ ഇനിയും ലൈവ് ഇടും, മനസ്സിലായോ? എന്റെ സബ്സ്ക്രിപ്ഷൻ ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട്, ഞാൻ ലൈവ് ഇടും. ധൈര്യമായിട്ട് ലൈവ് ഇടാതിരിക്കരുത്. നിന്നെ പോലെയുള്ള ആൾക്കാരാണ് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ചെയ്യേണ്ടത്. ഇനി രേണുവിൻ്റെ ഈ ക്രിക്കറ്റ് കളിക്കാൻ പോയ സമയത്ത് വന്ന 2 വീഡിയോ ഞാൻ അവിടെ കാണിക്കാം. നമ്മളൊരു സുഹൃത്തായിട്ട് നമ്മുടെ വീട്ടിൽ വന്ന് നിന്ന് സന്തോഷമായിട്ട് തിരിച്ചു പോയിട്ട് നമ്മളെപ്പറ്റി നെഗറ്റീവ്, അതും വെറും നെഗറ്റീവ്. രേണുവിൻ്റെ സ്വഭാവം കൊണ്ടായിരിക്കും ഒരാൾ വന്നിരുന്ന നെഗറ്റീവ് പറയുന്നത്. ഒരു കാര്യമില്ലാതെ ആരെങ്കിലും നെഗറ്റീവ് പറയും. ഹനാൻ്റെ വിഷയമാണ്. ഹനാൻ അന്ന് ഈ അബോഷൻ്റെ കേസ് സംസാരിച്ച സമയത്ത് രേണുവിന് നാക്കില്ലായിരുന്നു. രേണുവിന് വേണമെങ്കിൽ കേസ് കൊടുക്കാം. ഒരു സ്ത്രീയെ അപമാനിക്കുന്നതിൻ്റെ മാക്സിമം സാധനമാണത്. ഒരു ചെറിയ പയ്യനുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, എന്നിട്ട് ഗർഭിണിയായ എന്നൊക്കെ. റിലേഷൻഷിപ്പ് ഉണ്ടാവുകയോ ഉണ്ടാവാതിരിക്കുകയോ അത് രേണുവിൻ്റെ പേഴ്സണൽ കാര്യങ്ങളാണ്. അതിനെപ്പറ്റി ഞാൻ പറഞ്ഞിട്ടില്ല. അത് മാത്രമല്ല, അബോഷൻ്റെ സമയം വന്ന ആ ഒരു വോയിസ് ഉണ്ടല്ലോ, ആ വോയിസ് വന്ന സമയത്ത് ഞാൻ ആ അബോഷൻ എന്ന് പറയുന്ന ആ ഒരു പോർഷൻ ഞാൻ എൻ്റെ വീഡിയോയിൽ ഞാൻ വെച്ചിട്ടില്ല. കാര്യം അത് തികച്ചും അവരുടെ പേഴ്സണലാണ്, ഞാൻ അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞത്. പിന്നെ അത്യാവശ്യം ഇത് ഭയങ്കര ചർച്ചാ വിഷയമായ സമയത്ത് രേണു ഇതിനെപ്പറ്റി ഒന്നും മിണ്ടുന്നില്ല. പിന്നെ രേണുവിൻ്റെ കൂട്ടുകാരിയായിട്ട് ഇടയ്ക്ക് വെച്ചിട്ട് വീഡിയോ ചെയ്യുന്ന സമയത്ത് പറഞ്ഞു, ഞാൻ സുധിച്ചേട്ടനുള്ള സമയത്തായിരുന്നു അങ്ങനെ ചെയ്തത് എന്നൊക്കെ പറഞ്ഞു വന്നു. അല്ലാതെ ഈ സ്ത്രീക്ക് അമാനൊരു അക്ഷരം മിണ്ടിയിട്ടില്ലായിരുന്നു. ഇവർക്ക് അത്രയ്ക്ക് അങ്ങ് ഭയങ്കര ആത്മാഭിമാനവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇവരെന്തുകൊണ്ടാണ് കേസ് കൊടുക്കാഞ്ഞേ? ഇവർ കേസല്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ കൊടുക്കേണ്ടത്. എന്തുവാട്ടെ, അത് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇനിയും പറയാണ്, അത് സത്യമാണേലും കള്ളമാണേലും അത് എൻ്റെ പേഴ്സണൽ കാര്യം. തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണൽ കാര്യമാണ്. ആ പേഴ്സണൽ കാര്യം ചോദ്യം ചെയ്യേണ്ട ഒരു അവകാശവും ഒരു മനുഷ്യർക്കും ഇല്ല. പക്ഷേ എന്തുകൊണ്ട് നിങ്ങൾ ലീഗൽ ആക്ഷൻ എടുക്കുന്നില്ല? കാര്യം ഒരാളെപ്പറ്റി ഇത്രയും മോശമായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ ആരായി കഴിഞ്ഞാലും പ്രതികരിക്കത്തില്ലേ? ഏതെങ്കിലും ഒരു വഴിയിൽ എന്തെങ്കിലുമൊക്കെ സംസാരിക്കും. പക്ഷെ നിങ്ങൾ നേരെ മറിച്ച് എന്തുവാ അങ്ങനെ ഒന്നും ചെയ്യാതെ നിങ്ങളിങ്ങനെ സൈലൻ്റായിട്ട് നിൽക്കും തോറും ആൾക്കാരെന്തോ നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നത്. നിങ്ങൾ ആ ഒരു സാധനം ചെയ്തിട്ടുണ്ടെന്നല്ല ചിന്തിക്കൂ. മനസ്സിലായോ? അത് ഇങ്ങനെ വൃത്തികേടായിട്ട് പറഞ്ഞു നടക്കുന്ന ആളുടെ അടുത്ത് ഞാൻ ഒരിക്കലും എനിക്കത് മനസ്സുകൊണ്ട് ക്ഷമിക്കാൻ പറ്റത്തില്ല. ഞാൻ കണ്ടിട്ട് മിണ്ടിയില്ല. അത് കണ്ടിട്ട് മിണ്ടാതിരിക്കുന്നതിൻ്റെ അല്ല, ഇതൊക്കെ പ്രതികരിക്കണം, മുഖത്തോക്കി ചോദിക്കണം. ഞാൻ എപ്പോഴാടി അങ്ങനെ ചെയ്തത്, നീ കണ്ടോ? ഇതിനോട് മറുപടി നീ പറഞ്ഞേ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ പ്രശ്നമാക്കുമെന്ന് പറഞ്ഞാൽ എന്താ? അത്രയേ ഉള്ളൂ. അല്ലാതെ ഇനിയിപ്പം രേണു പ്രഗ്നൻ്റ് ആവാതിരിക്കുക, അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ. അതിനെപ്പറ്റി ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. സീക്രട്ട് ഏജന്റ് സിജു ആണെങ്കിലും നമ്മളെ പറ്റി ഇടയ്ക്ക് നെഗറ്റീവ് ഒക്കെ ആയിട്ട് വ്ളോഗൊക്കെ ചെയ്തിട്ടുണ്ട്, ഇല്ലേ? ചെയ്യുന്നുണ്ട്. എങ്കിൽ പോലും ഞാൻ കണ്ടോണ്ട് ഓടി വന്ന് ഹായ് പറഞ്ഞു സംസാരിച്ചു. ഇവര് വ്ളോഗ് ചെയ്യുന്നതാണ്. നെഗറ്റീവ് ഒന്നും അത്ര ഈ മറ്റവര് പറയുന്ന പോലത്തെ നെഗറ്റീവ് അല്ല, മനസ്സിലായോ? നെഗറ്റീവ് അല്ല പറയുന്നത്. അറിയാലോ, ഞാൻ അവരുടെ പേര് പറയുന്നില്ല. വെറും അപരാധമാണ് എന്നെ പറ്റി പറയുന്നത്. പൊളിച്ച് പറയും കേട്ടോ, വെറും അപരാധമാണ് പറയുന്നത്. അപരാധം കാണിക്കുന്നതിൻ്റെ പേരിലല്ലേ എല്ലാവരും അപരാധം എന്ന് പറയുന്നത്. നല്ലത് കാണിച്ചു കഴിഞ്ഞാൽ നല്ലത് തന്നെ പറയും. ലൈവിൻ്റെ വിഷയത്തിൽ തന്നെ അറിയാമല്ലേ. എന്നിട്ട് ഇവർക്ക് ഇതൊക്കെ എങ്ങനെ സംസാരിക്കാൻ തോന്നുന്നു? സായിയെ പറ്റി സിജോയെ പറ്റിയൊക്കെ പറയുന്നത്. സായിക്ക് സത്യം പറഞ്ഞാൽ നിങ്ങളെയൊക്കെ നാളെയും ഫേസ് ചെയ്യേണ്ടതാണ് എന്നുള്ളൊരു ബോധം സായിക്കുണ്ട്. അപ്പം അവൻ്റെ വീഡിയോയ്ക്കകത്ത് ആ ഒരു രീതിയിൽ അവൻ സംസാരിക്കത്തുള്ളൂ. എന്നും പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി നല്ലതാണെന്ന് അവൻ പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. അല്ല, ഇനിയിപ്പോൾ സിജോയും പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. പേഴ്സണലി അവർക്ക് യാതൊരു യോജിപ്പും കാണത്തില്ല. പക്ഷേ നിങ്ങളുടെ വ്യക്തിപരമായിട്ട് യാതൊരുവിധ വൈരാഗ്യവും ഇല്ല. നിങ്ങളെ കാണുന്നുണ്ട്, സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ ക്വാളിറ്റിയാണ്, മനസ്സിലായി? അതേ കണക്കാണ് ഈ പറയുന്നത്. ഒരു യൂട്യൂബേഴ്സിനും രേണുവിനോട് വ്യക്തിപരമായിട്ട് യാതൊരു പ്രശ്നവുമില്ല. രേണുവിനെ കാണുമ്പോൾ സംസാരിക്കാം, എടുക്കുകയൊക്കെ ചെയ്യും. പക്ഷെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്ന കണ്ടന്റിനകത്തോട്ട്
നമുക്കത് യോജിക്കാൻ പറ്റുന്നില്ല. ഈ പ്രവർത്തികൾ കാണിക്കുന്ന സ്ത്രീയെ നമുക്ക് എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും? അവര് ആ സ്ത്രീ, പക്ഷെ അവരുടെ പേര് പറയത്തില്ല. അതുപോലൊന്നും സിജോ ഒന്നും പറഞ്ഞിട്ടില്ല. സിജോയും പോട്ടെ, സീക്രട്ട് ഏജന്റ് ഒന്നും പറഞ്ഞിട്ടില്ല. സോറി, സീക്രട്ട് ഏജന്റ് സായിയുടെ അടുത്ത് എന്ന് സംസാരിച്ചു, വൈഫിന്റെ അടുത്ത് സംസാരിച്ചു. എനിക്ക് അവരോടൊന്നും കണക്കമില്ല. അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും പറയുന്നത്, നിങ്ങളോട് ഒരു മനുഷ്യർക്കും ഈ പറയുന്ന രീതിയിൽ യാതൊരുവിധ വിരോധവുമില്ല. നിങ്ങളെ സമൂഹത്തിൽ നിന്ന് അകറ്റണമെന്നൊന്നും ഞങ്ങൾക്ക് ആർക്കും വലിയ ചിന്തയൊന്നുമില്ല. പക്ഷേ നിങ്ങൾ ചെയ്യുന്ന ഈ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടല്ലോ, പ്രത്യേകിച്ച് ഇങ്ങനെയൊക്കെയുള്ള അപരാധങ്ങൾ, ഈ പറയുന്ന റീൽസിലല്ലേ, സബ്സ്ക്രിപ്ഷനകത്തൂടെ ലൈവ് പോകുക, അതിനകത്ത് ഇമാതിരി പരിപാടികൾ കാണിക്കുക, ഇതിനെയൊന്നും ദൈവത്തെ ഓർത്ത് രേണു ന്യായീകരിക്കാൻ നിൽക്കല്ലേ. എനിക്ക് വേറെ ഒന്നും പറയാനില്ല നിങ്ങളുടെ അടുത്ത്. കാര്യം പറഞ്ഞ് മടുത്ത് ഈ സ്ത്രീയെടുത്ത്. കാര്യം എല്ലാത്തിനും ഒരു ലിമിറ്റുണ്ട്. കാര്യം നമ്മൾ തന്നെ ഇന്ന് തന്നെ ഞങ്ങൾ കോട്ടയത്ത് എക്സൈസ് ഓഫീസിൽ ഈ ഒരു വിഷയമായിട്ട്, അതായത് ഇവരുടെ ഏതോ ഒരു ഷോർട്ട് ഫിലിമിനകത്ത് ഈ ഒരു ഡിസ്ക്ലൈമർ ഒന്നും വെച്ചിട്ടില്ലായിരുന്നു. അതായത് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പല സിനിമയിലും ഷോർട്ട് ഫിലിമിലും ഒക്കെ സൈഡിൽ എഴുതി കാണിക്കുന്ന കണ്ടിട്ടില്ല. ഇവരതൊന്നും വെക്കാതൊക്കെയാണ് ഈ റീലും ഈ ഷോർട്ട് ഫിലിമും ഒക്കെ ഇറക്കിയത്. അപ്പോൾ അതിൻ്റെ ആ ഒരു വിഷയത്തിൽ നമ്മുടെ ദേവ് ഡീകോഴ്സിലെ ദേവ് കൊണ്ടുവന്ന് എക്സൈസ് ഓഫീസിൽ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷന് വേണ്ടിയിട്ട് ഇന്ന് കോട്ടയത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരോടൊപ്പം പോയിട്ടുണ്ടായിരുന്നു. അതാ ഞാൻ പറഞ്ഞു വരുന്നത്, ഇവർ കാണിക്കുന്ന അപരാധങ്ങൾ, അതായത് സമൂഹത്തിൻ്റെ മുന്നിൽ തെറ്റായ സന്ദേശം കൊടുക്കുന്നു എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഇമാതിരി ഉടായ്പകളൊക്കെ നിർത്തിയിട്ട് വേറെ നല്ല എന്തെങ്കിലുമൊക്കെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും രേണുവിന് നല്ലത്. അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല, പക്ഷെ നമുക്ക് ചുമ്മാ പറയാം, അത്രയേ ഉള്ളൂ. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.